നയന മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്രയിൽ കണ്ണൂർ ജില്ലയിലെ മുയ്യം ദേശത്തെ ഒരു കർഷക കൂട്ടായ്മ നമുക്ക് കാണാം. കുറെ കർഷകർ ചേർന്ന് ഒരുമിച്ച് നടത്തുന്ന ഒരു കൂട്ടായ്മ. ഏക്കർ കണക്കിന് പാടത്താണ് വർഷങ്ങളായി ഇവർ കൃഷി ചെയ്തു വരുന്നത്. എൻ്റെ പേര് അബൂബക്കർ. ഒരു 3 മാസം പച്ചക്കറി പണിയുണ്ട്. നമ്മൾ സ്വന്തം അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നത്. ഇവിടെ 4 വർഷമായി. മറ്റേ തളിപ്പറമ്പ് കടയിൽ കൊടുക്കല്. ഇപ്പം 4 വർഷമായി നമ്മൾ ഉണ്ടാക്കും, നമ്മൾ തന്നെ വിൽക്കും. പിന്നെ വേറെ പുറത്തുനിന്ന് കൊണ്ടുവന്ന പരിപാടിയില്ല. കപ്പ വിൽക്കില്ല, ചേമ്പ് വിൽക്കില്ല. നമ്മളിവിടെ മാങ്ങ, പിന്നെ പച്ചക്കറി നമ്മൾ സ്വന്തം അധ്വാനിച്ചിട്ടുണ്ടാക്കുന്നത്. ഞാനും ഭാര്യയും എൻ്റെ മറ്റേ കൂട്ടുകാരൻ. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഒഴിക്കും, പിന്നെ ഉൽപ്പാദിപ്പിക്കും. പിന്നെ ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഈ മറ്റേ ചെടി വെക്കലുണ്ട്. തളിപ്പറമ്പ് സ്റ്റാൻഡിൽ ചെടി വെക്കലുണ്ട്. ഈ പച്ചമുളകിൻ്റെ ഇല്ലേ, പച്ചമുളക് തൈകൾ വെക്കുന്നുണ്ട്. പിന്നെ ഈ വൈദ്യൻ്റെ തൈ വെക്കും, വൈദ്യങ്കര. അത് ഞങ്ങൾ രണ്ടാൾ കൂട്ടുകാരുന്നു. നമ്മളെന്ത് കൂട്ട് ചെയ്യും. എല്ലാ തരം പച്ചക്കറികളും ഇവിടെയുണ്ട്. പീച്ചിങ്ങ, പടവലം, പാവയ്ക്ക, ചുരങ്ങ, മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരി, കക്കിരി, പയർ, ചീര, കൂടാതെ ചോളം, കോളിഫ്ലവർ, കാബേജ് തുടങ്ങി എല്ലാം ഇവിടെ കാണാം. ഉപഭോക്താക്കളിൽ നേരിട്ട് എത്തിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പരിശുദ്ധവും ഗുണമേന്മയുമുള്ള ജൈവ പച്ചക്കറികൾ ഉപഭോക്താക്കളിൽ നേരിട്ട് എത്തിക്കുവാൻ മുയ്യം റോഡിന് സമീപത്ത് പച്ചക്കറി തോട്ടത്തോട് ചേർന്ന് ഒരു ചന്തയും സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 വർഷമായി ഈ പണിയെടുക്കുന്നത്. പക്ഷെ 4 വർഷം ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് 15 വർഷത്തിന് മേലുണ്ടാവും. പക്ഷെ അത് അന്നേരം കടയിൽ കൊടുക്കല്, തളിപ്പറമ്പിൽ. ഇപ്പോൾ ഞങ്ങൾ കടയിൽ കൊടുക്കല്, ഇവിടെ നിന്ന് വിൽക്കല. അങ്ങനെ പോകുന്നു. ശരിക്കല്ല കൃഷി കുറച്ച് നഷ്ടമാണ്. മഴ കാരണം കുറേ കയ്പക്കലിന് ചാഞ്ഞ് പോയി, വെള്ളം കയറി. ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു സാധനം വളർത്തി എനിക്ക് ഞാൻ ഓർമ്മ തൂക്കുന്നത് അവൻ്റെ ഭാഗത്തിലാണെങ്കിൽ പുഴക്കാരാണ്ട് വെള്ളം കയറിയിട്ട് കുറേ ഉറന്നു പോയി. അപ്പോൾ കുറച്ച് കൂടുതൽ നഷ്ടം വന്നു. പടം പോയി, കയ്പ പോയി, പയർ പോയി, അങ്ങനെ താലോരി, അതിലൊക്കെ കുറച്ച് നഷ്ടം. പടം നമ്മൾ ഈ പശുവിൻ്റെ ഉള്ളില്ലേ കാലുപട, അതൊരു 30 ആക്കുവാങ്ങി. ഈ എടുത്ത് കൊടുത്തു കല്യാണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കോഴി വളം ഉപയോഗിക്കും. നമ്മൾ എൻ്റെ അയലോട്ടത്ത് SIയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് വാങ്ങും. SI വക്കീലുണ്ട് എൻ്റെ വീട്ടിൽ മുട്ടിയ. പിന്നെ തളിപ്പറമ്പിൽ നിന്ന് കുറച്ച് ഉദ്യോഗസ്ഥന്മാർ വരാണ്ട് തിരിച്ചും പറ്റണം. അവരെല്ലാം എന്നെ വിശ്വസിച്ച് എന്നെ വിളിക്കും. ഇപ്പോൾ ഒരാൾ 3 ദിവസം ബണ്ടൊക്കെ എടുത്ത് വെക്കാൻ പറഞ്ഞു. സാധനം കിട്ടണ്ടേ, ഇപ്പം കിട്ടിയാൽ എടുത്ത് വെച്ചു.